ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കാണാം. ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ 8 ഫോർമുലാസ് കാണാതെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ആ 8 ഫോർമുലാസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് പഠിക്കാത്തവർ ആദ്യം തന്നെ ആ വീഡിയോ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. sin x plus sin 3x whole divided by cos x plus cos 3x is equal to tan 2x എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ന്യൂമറേറ്ററിൽ sin എക്സും sin 3x ആണ്, ഡിനോമിനേറ്ററിൽ cos എക്സും cos 3x ആണ്. അപ്പോൾ ഇതിൽ എക്സും 3x നോക്കുമ്പോൾ 3x ആണ് വലിയ ആംഗിൾ. ഓക്കെ, എക്സും 3x നോക്കുമ്പോഴും 3x ആണ് വലിയ ആംഗിൾ. നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആദ്യം ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് ആദ്യം നമുക്ക് LHS എഴുതി തുടങ്ങാം. LHS ഈസ് ഈക്വൽ ടു sin x പ്ലസ് sin 3x എന്നുള്ളതിനെ നമ്മൾ തിരിച്ചിട്ട് sin 3x പ്ലസ് sin x എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ cos x പ്ലസ് cos 3x എന്നുള്ളതിനെ തിരിച്ചിട്ട് cos 3x പ്ലസ് cos x എന്ന് എഴുതും. അങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരു ചേഞ്ചും നമ്മുടെ ചോദ്യത്തിൽ വരുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ മാറ്റി എഴുതിയതിന് ശേഷം നമ്മൾ പഠിച്ച ഫോർമുലാസിൽ ഏതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? സൈൻ പ്ലസ് സൈൻ, അതായത് എസ് പ്ലസ് എസ് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. കോസ് 3x പ്ലസ് കോസ് എക്സ്, അതായത് സിയും സിയും, അതായത് സി പ്ലസ് സി. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ ആ ഷോർട്ട് കട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. എസ് പ്ലസ് എസ് എന്ന് പറയുന്നത് 2SC ആണ്. സി പ്ലസ് സി എന്ന് പറയുന്നത് 2CC ആണ്. അപ്പോൾ എസ് സൈൻ ആണ്, സി കോസ് ആണ്, അതൊക്കെ നമുക്കറിയാം. ഇനി ആംഗിളും കൂടെ ഒന്ന് നോക്കണം. നമ്മൾ അവിടെ പഠിച്ച ഒരു റിസൾട്ട് പ്രകാരം ഇവിടെ എക്സും ഇവിടെ വൈയുമാണെങ്കിൽ, അതായത് സൈൻ എക്സും സൈൻ വൈയുമാണെങ്കിൽ ഇവിടെ നമുക്ക് അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ബൈ 2ഉം എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. അത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുമാണ്. അപ്പോൾ എക്സും വൈയുമാണ് ആംഗിൾ എങ്കിൽ അത് രണ്ടും കൂട്ടിയിട്ട് പകുതിയാക്കുക, അത് രണ്ടും കുറച്ചിട്ട് പകുതിയാക്കുക. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ LHS തന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2SC ആണ്. എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ, സൈൻ ആണ്. ആംഗിൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ കൂട്ടിയിട്ട് പകുതിയാക്കുക. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ ആരൊക്കെയാ? 3xഉം എക്സും. അപ്പോൾ അത് നമുക്ക് രണ്ടും കൂട്ടാം. 3x പ്ലസ് എക്സ് കൂട്ടിയിട്ട് അതിനെ പകുതിയാക്കുക. ഓക്കെ, അപ്പോൾ ഈ എഴുതി, ഇതെഴുതി. ഇനി സി ആണ്. സി എന്ന് പറഞ്ഞാൽ ആരാണ്? കോസ് ആണ്. ഇനി അവിടെ വരേണ്ട ആംഗിൾ എന്താ? തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ കുറച്ചിട്ട് പകുതിയാക്കുക. തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ ആരൊക്കെ? 3xഉം എക്സും ആണ്. അപ്പോൾ അത് കുറയ്ക്കുക പറഞ്ഞാൽ 3x മൈനസ് എക്സ് ബൈ 2. അപ്പം ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. ആദ്യം വരുന്ന ഭാഗത്ത് തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ കൂട്ടിയിട്ട് പകുതിയാക്കുക. അടുത്ത ആളിന് രണ്ട് ആംഗിൾ കുറച്ചിട്ട് പകുതിയാക്കുക. അപ്പോൾ ന്യൂമറേറ്ററായി. ഇതേപോലെ തന്നെ നമുക്ക് ഡിനോമിനേറ്ററും ചെയ്യണം. ഡിനോമിനേറ്റർ എന്താ? സി പ്ലസ് സി ആണ്. സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു സി സി ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എഴുതാം. 2 ഇൻറ്റു സി ആണ്. സി എന്ന് പറഞ്ഞാൽ കോസ്. ആംഗിൾ എന്താ കൊടുക്കേണ്ടത്? രണ്ടും കൂട്ടിയിട്ട് പകുതിയാക്കുക. ഇവിടെയും ചോദ്യത്തിൽ 3xഉം എക്സ് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂട്ടുക പറഞ്ഞാൽ 3x പ്ലസ് എക്സ് ബൈ 2. അത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? വീണ്ടും സി ആണ്. അപ്പോൾ എന്ത് വരും? കോസ്. അവിടെ ഏത് ആംഗിളാ? തന്നിരിക്കുന്നത് കുറച്ചിട്ട് പകുതിയാക്കുക. 3xഉം എക്സും ആയതുകൊണ്ട് 3x മൈനസ് എക്സ് ബൈ 2. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ. ശ്രദ്ധിച്ച് നോക്കുക, 3xഉം എക്സും കൂട്ടിയാൽ എന്താ കിട്ടുക? 4x ആണ് കിട്ടുക. അതിൻ്റെ പകുതി, 4xൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ആണ്. അപ്പോൾ ഈ മൊത്തം ആംഗിൾ എന്തായി മാറി? 2x ആയിട്ട് മാറി. ഓക്കെ, ഇനി കോസ് ഈ തന്നിരിക്കുന്നത്, അതായത് കോസ് 3xൽ നിന്ന് എക്സ് കുറയ്ക്കണം. 3xൽ നിന്ന് എക്സ് കുറച്ചാൽ എന്താ കിട്ടുക? 2x ആണ് കിട്ടുക. ഇനി അതിനെ ബൈ 2 ആക്കണം. ബൈ 2 ആക്കിയാൽ എന്താ കിട്ടുക? എക്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറി?
എക്സ് ആയിട്ട് മാറി. ഹോൾ ഡിവൈഡഡ് ബൈ 2 വീണ്ടും വന്നു, കോസ് വീണ്ടും വന്നു. ഈ ആംഗിൾ തന്നെയല്ലേ ഇതും, അപ്പോൾ ഇതിൻ്റെ ആൻസർ 2x ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 2x ആണ് വരാം. ഇനി കോസ്, ഈ ആംഗിൾ തന്നെയാണ് ഇതും, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് കിട്ടുമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താലും എക്സ് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോകുന്നത്. 2 ഇൻറ്റു സൈൻ 2x ഇൻറ്റു കോസ് എക്സ്, 2 ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് എക്സ്. ഇത് മൊത്തം മൾട്ടിപ്ലിക്കേഷൻ, ഇതും മൊത്തം മൾട്ടിപ്ലിക്കേഷൻ. അപ്പം മുകളിലും താഴത്തും ഒരുപോലെയുള്ള ആളുകളെ നമുക്ക് വെട്ടിക്കളയാം. 2ഉം 2ഉം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. കോസ് എക്സ് മുകളിലുണ്ട്, താഴത്തും കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ സൈൻ 2xും കോസ് 2x അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. അതായത് സൈൻ 2x ബൈ കോസ് 2x. നമുക്കറിയാം സൈൻ ബൈ കോസ് ഒരേ ആംഗിൾ, സെയിം ആംഗിൾ ആണെങ്കിൽ സൈൻ ബൈ കോസ് എന്താണ്? ടാൻ ആണ്. അതായത് ടാൻ 2x. ഇത് തന്നെയായിരുന്നു നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ നമ്മൾ ഈ ചോദ്യം പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x ഇസ് ഈക്വൽ ടു ടാൻ 4x. തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇവിടെ ആംഗിൾ 5xും 3xും ആദ്യം വലുതും രണ്ടാമത് ചെറുതുമാണ്. താഴത്തും 5xും 3xും ആദ്യം വലുതും രണ്ടാമത് ചെറുതുമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS ഇസ് ഈക്വൽ ടു സൈൻ 5x പ്ലസ് സൈൻ 3x ഹോൾ ഡിവൈഡഡ് ബൈ cos 5x പ്ലസ് cos 3x. ഇനി നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഇവിടെ സൈൻ പ്ലസ് സൈൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ്? എസ് പ്ലസ് എസ്. താഴെയോ കോസ് പ്ലസ് കോസ് എന്ന് പറഞ്ഞാൽ സി പ്ലസ് സി. നമുക്കറിയാം എസ് പ്ലസ് എസ് എന്ന് പറയുന്നത് 2SC ആണ് ഷോർട്ട് കട്ട് പ്രകാരം. സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ 2CC ആണ്. അപ്പോൾ അത് നമ്മൾ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം സൈൻ പ്ലസ് സൈൻ ആണ്. അപ്പോൾ എന്താ വരുന്നത്? 2 ഇൻറ്റു സൈൻ ഇൻറ്റു കോസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 2 എഴുതി, അടുത്തത് സൈൻ എഴുതി. ആദ്യത്തെ ആംഗിൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ 2 ആംഗിളും കൂട്ടിയിട്ട് പകുതിയാക്കുക. രണ്ടാമത്തെ ആൾക്ക് എന്താ ചെയ്യേണ്ടത്? 2 ആംഗിളും കുറച്ചിട്ട് പകുതിയാക്കുക. ഇവിടെ ഏതൊക്കെയാണ് 2 ആംഗിൾ? 5xും 3xും. അപ്പോൾ 5xും 3xും കൂട്ടിയിട്ട് പകുതിയാക്കി. അപ്പോൾ ഈ പാർട്ട് വരെ കഴിഞ്ഞു. ഇനി അടുത്തത് സി ആണെന്ന് പറഞ്ഞാൽ കോസ് എഴുതി. അവിടെ ഏത് ആംഗിളാണ് കൊടുക്കേണ്ടത്? 2 ആംഗിളും കുറച്ചിട്ട് പകുതിയാക്കുക. അതായത് 5xൽ നിന്ന് 3x കുറച്ചിട്ട് പകുതിയാക്കാം. അപ്പോൾ ന്യൂമറേറ്റർ കഴിഞ്ഞു. ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി കോസിൻ്റെതാണ് സി പ്ലസ് സി. സി പ്ലസ് സി എന്താണ്? 2 ഇൻറ്റു സി ഇൻറ്റു സി തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു കോസ്, തന്നിരിക്കുന്ന 2 ആംഗിൾ കൂട്ടുക പകുതിയാക്കാം. അടുത്തത് സി ആയതുകൊണ്ട് കോസ്, തന്നിരിക്കുന്ന 2 ആംഗിൾ കുറയ്ക്കുക പകുതിയാക്കാം. അപ്പോൾ നമ്മളത് ചെയ്തു. ഓക്കെ, ഈസ് ഈക്വൽ ടു ചെറിയൊരു സിംപ്ലിഫിക്കേഷനും കൂടെ ചെയ്യാണ്ട് 2 ഇൻറ്റു സൈൻ 5xും 3xും കൂട്ടിയാൽ എത്ര കിട്ടും? 8x കിട്ടും. 8x ബൈ 2, 8xൻ്റെ പകുതി എത്രയാണ്? 4x അല്ലേ? അപ്പോൾ 4x എഴുതാം. ഇൻറ്റു കോസ്. ഇനി 5xൽ നിന്ന് 3x കുറച്ചാൽ എത്ര കിട്ടുക? 2x ആണ്. ആ 2xൻ്റെ പകുതി ഹാഫ് എത്രയാണ്? 2xൻ്റെ ഹാഫ് വെറും x ആണ്. അപ്പോൾ x എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ, താഴെ എന്തായിരുന്നത്? 2 ഇൻറ്റു കോസ്, ഈ ആംഗിൾ തന്നെയല്ലേ ഇത്? അപ്പോൾ ഇത് 4x ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 4x ആണ്. അടുത്തതും വീണ്ടും കോസ്, ഈ ആംഗിൾ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ x കിട്ടുമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താലും x ആണ് കിട്ടുക. ഇനി മുകളിൽ ഇരിക്കുന്നത് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ, താഴെ ഇരിക്കുന്നതും എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെയുള്ള ആളുകളെ വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് നോക്കാം. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, കോസ് എക്സും കോസ് എക്സും ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് എന്താ? സൈൻ 4xും കോസ് 4xും. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് എഴുതാം. സൈൻ 4x ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 4x. നമുക്കറിയാം സൈൻ ബൈ കോസ് ഒരേ ആംഗിൾ ആണെങ്കിൽ ടാൻ ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ടാൻ 4x എന്ന് വരും. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHS. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Cos 9x minus cos 5x whole divided by sin 17x minus sin 3x is equal to minus sin 2x divided by cos 10x. തൊട്ട് മുന്നേ ചെയ്ത രണ്ട് ചോദ്യത്തിലും റൈറ്റ് സൈഡിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ന്യൂമറേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തുകൊണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ആംഗിൾ വെച്ച് നോക്കുമ്പോൾ 9x-ഉം 5x-ഉം ഇവിടെ വലുതും ഇവിടെ ചെറുതും, 17x-ഉം 3x-ഉം ഇവിടെ വലുതും ഇവിടെ ചെറുതും. അപ്പോൾ റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് LHS ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. LHS ഈസ് ഈക്വൽ ടു cos 9x മൈനസ് cos 5x whole divided by sin 17x മൈനസ് sin 3x. ഇനി ഏതൊക്കെ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കോസ് മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ സി മൈനസ് സി, സൈൻ മൈനസ് സൈൻ എന്ന് പറയുമ്പോൾ എസ് മൈനസ് എസ് ആണ്. സി മൈനസ് സി എന്ന് പറഞ്ഞത് നമ്മളുടെ ഫോർമുല എന്തായിരുന്നു? -2s ആയിരുന്നു. ഇസ് ഈക്വൽ ടു അടുത്തത് എസ് മൈനസ് എസ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? 2 × CS ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഈസ് ഈക്വൽ ടു സി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? -2s ആണ്. അപ്പം -2 എഴുതി, സൈൻ എഴുതി. സൈനിൽ ആദ്യം ഏത് ആംഗിളാണ് കൊടുക്കുക? തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ കൂട്ടുക, പകുതിയാക്കുക. അതായത് 9x-ഉം 5x-ഉം കൂട്ടുക, പകുതിയാക്കുക. അടുത്തത് വീണ്ടും എസ് ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ സൈൻ എഴുതി. ഇനി തന്നിരിക്കുന്ന ആംഗിൾ കുറയ്ക്കുക, പകുതിയാക്കുക. അപ്പോൾ 9x-ൽ നിന്ന് 5x കുറയ്ക്കുക, എന്നിട്ട് പകുതിയാക്കുക. അപ്പോൾ ന്യൂമറേറ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ആണ് എസ് മൈനസ് എസ്. എസ് മൈനസ് എസ് എന്താണ്? 2 × C × S ആണ്. അപ്പം 2 × C എന്ന് പറഞ്ഞാൽ കോസ്. ആംഗിൾ ആദ്യം ഏതാ എഴുതേണ്ടത്? രണ്ടും കൂട്ടിയിട്ട് പകുതിയാക്കുക. അപ്പോൾ 17x-ഉം 3x-ഉം ആണ്. അപ്പോൾ 17x-ഉം 3x-ഉം കൂട്ടിയിട്ട് പകുതിയാക്കുക. അടുത്തത് എന്താ? എസ് ആണ് വരുന്നത്. അപ്പോൾ സൈൻ ആണ്. അവിടെ എന്ത് ചെയ്യണം? ആംഗിൾ കുറച്ചിട്ട് പകുതിയാക്കണം. അതായത് 17x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു -2 × സൈൻ, ആംഗിൾ കൂട്ടാം. 9x-ഉം 5x-ഉം കൂട്ടിയാൽ 14x. 14x-ന്റെ പകുതി ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 7x ആണ്. ഓക്കെ, നെക്സ്റ്റ് സൈൻ. 9x-ൽ നിന്ന് 5x കുറച്ചാൽ 4x ആണ്. 4x-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇത്രയും ചെറുതായിട്ട് മാറി. ഹോൾ ഡിവൈഡ് ബൈ 2 × കോസ്. 17x-ഉം 3x-ഉം കൂട്ടിയാൽ 20x ആണ്. 20x-ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10x ആണ്. അപ്പോൾ കോസ് 10x ഇൻറ്റു സൈൻ. 17x-ൽ നിന്ന് 3x കുറച്ചാൽ എത്ര കിട്ടും? 14x കിട്ടും. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 7x ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മളുടെ ആൻസറിലേക്ക് എത്തും. ഇവിടെ നോക്കുക, മുകളിലുള്ളതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. -2 × sin 7x × sin 2x. താഴെ 2 × cos 10x × sin 7x. അപ്പോൾ ഒരുപോലെയുള്ള ആളുകളെ നമുക്ക് ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ 2-ഉം ഈ 2-ഉം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. sin 7x-ഉം താഴത്തും sin 7x ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് sin 2x-ഉം cos 10x-ഉം ആണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഞാൻ അതുപോലെ തന്നെ എഴുതി. പിന്നെ ന്യൂമറേറ്ററിലുള്ളത് ആരാണ്? sin 2x ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇനി ബാക്കിയുള്ളത് എന്താണ്? cos 10x ആണ്. ഇനി സൈൻ ബൈ കോസ് ടാൻ ആണെന്ന് എഴുതരുത്. ഇവിടെ രണ്ടും വേറെ വേറെ ആംഗിളാണ്. ഇവിടെ 2x-ഉം ഇവിടെ 10x-ഉം ആണ്. ഒരേ ആംഗിൾ ആണെങ്കിൽ അടുത്തത് ടാൻ ആക്കി എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ഡിഫറെൻറ്റ് ആംഗിൾ ആയതുകൊണ്ട് ടാൻ ആക്കി എഴുതാൻ പറ്റില്ല. ഇനി നമുക്ക് കിട്ടേണ്ട ആൻസറിലേക്ക് നോക്കിക്കേ. sin 2x by cos 10x ഒരു മൈനസും. അത് തന്നെയല്ലേ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് എന്ത്? RHS എന്ന് പറയുന്നത്.
സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. Cot 4x into sin 5x plus sin 3x is equal to cot x into sin 5x minus sin 3x. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതുവരെ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു ന്യൂമറേറ്ററോ അല്ലെങ്കിൽ രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം അങ്ങനെയല്ല, പക്ഷെ നേരത്തെ അതേ ചോദ്യം തന്നെയാണ് ഇത്. അത് നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. cot 4x എന്ന് പറയുന്ന ഈ ആളിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിനെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവരെ രണ്ടുപേരെ ഞാൻ ഇങ്ങോട്ടേക്കും cot 4xനെ ഞാൻ അങ്ങോട്ടേക്കും കൊണ്ടുപോകും. ശ്രദ്ധിക്കുക, cot 4x എന്ന് പറഞ്ഞാൽ ഇൻറ്റു cot 4x ആണ്. അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ cot 4x ആവും. അതേപോലെ തന്നെ cot x ഇൻറ്റു ഈ ഒരു ഗ്രൂപ്പാണ്. ഇൻറ്റു ഈ ഗ്രൂപ്പിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ഈ ഗ്രൂപ്പ് എന്നായിട്ട് മാറും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യത്തിനെ ഞാൻ മാറ്റി എഴുതാണ്. ഇവിടുന്ന് ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ ഇവിടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഞാൻ ഇവിടെ എഴുതാണ്. sin 5x പ്ലസ് sin 3x. ഓക്കെ, ഇനി ഈ ഇൻറ്റു ഈ ഗ്രൂപ്പിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ ഡിവൈഡഡ് ബൈ ഈ ഗ്രൂപ്പ്, അതായത് sin 5x മൈനസ് sin 3x. ഓക്കെ, അപ്പോൾ ഇവരും വന്നു കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൽ ആരുണ്ട്? cot x ഉണ്ട്. അപ്പോൾ cot x ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇനി ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് പോകുന്നത് ആരാണ്? cot 4x അല്ലേ? ഇൻറ്റു cot 4x അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ cot 4x. ഇപ്പോൾ ഈ ചോദ്യം ഞാൻ മാറ്റി ഈ ഒരു രൂപത്തിലാക്കി. ഇത് തന്നെയാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്താലും മതി. ഇത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ള ചോദ്യങ്ങളുടെ ആ ഒരു ഫോർമാറ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. LHS is equal to LHSിലുള്ളത് sin 5x പ്ലസ് sin 3x whole divided by sin 5x മൈനസ് sin 3x ആണ്. ഇനി ഏത് ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കേണ്ടത്? സൈൻ പ്ലസ് സൈൻ എന്ന് പറയുമ്പോൾ എസ് പ്ലസ് എസ്, താഴെ സൈൻ മൈനസ് സൈൻ എന്ന് പറയുമ്പോൾ എസ് മൈനസ് എസ് ആണ്. എസ് പ്ലസ് എസ് എന്ന് പറയുന്നത് നമുക്കറിയാം is equal to 2SC ആണ്. എസ് മൈനസ് എസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 into CS ആണ്. ഈ രണ്ട് റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ 2 into S into C ആണ്. അപ്പോൾ 2 into സൈൻ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ കൂട്ടുക, പകുതിയാക്കുക. 5x 3x ആണ്. അപ്പോൾ 5x 3x കൂട്ടുക, പകുതിയാക്കുക. ഇനി അടുത്തത് C ആണ് വരുന്നത്. അപ്പോൾ കോസ് അവിടുത്തെ ആംഗിളോ തന്നിരിക്കുന്ന ആംഗിൾ കുറയ്ക്കുക, പകുതിയാക്കാം. 5x മൈനസ് 3x ബൈ 2. ഇപ്പം ന്യൂമറേറ്ററായി ഡിവൈഡഡ് ബൈ സൈൻ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2CS ആണ്. 2 ഇൻറ്റു കോസ് ഇൻറ്റു ആദ്യത്തെ ആംഗിൾ എന്താ കൊടുക്കേണ്ടത്? തന്നിരിക്കുന്ന രണ്ടും കൂട്ട, പകുതിയാക്കാം. അടുത്തത് S ആണ് വരുന്നത്. അപ്പോൾ സൈൻ എഴുതി തന്നിരിക്കുന്ന ആംഗിൾ കുറയ്ക്കുക, പകുതിയാക്കാം. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 ഇൻറ്റു സൈൻ 5x 3x കൂട്ടിയാൽ 8x, 8xൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 4x. ഓക്കെ, ഇൻറ്റു പിന്നെ വരുന്നത് കോസ് ആണ്. ഇപ്പോൾ കോസ് എഴുതി 5xൽ നിന്ന് 3x കുറച്ചാൽ 2x, 2xൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ x ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 5x പ്ലസ് 3x ബൈ 2. ഈ ആംഗിൾ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 4x ആയതുകൊണ്ട് ഇതും 4x. അടുത്തത് സൈൻ ഈ ആംഗിൾ ആര് തന്നെയാണ്? x ആണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x എന്ന് എഴുതി. അപ്പോൾ മുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാവരും മൾട്ടിപ്ലിക്കേഷനാണ്, താഴെ എഴുതിയിരിക്കുന്നതും എല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. ഒരേപോലത്തെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2ഉം 2ഉം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾക്ക് ഇതിൽ വെട്ടിക്കളയാൻ പറ്റില്ല. ശ്രദ്ധിച്ച് നോക്കുക, സൈൻ 4xും കോസ് 4xും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കോസ് എക്സും സൈൻ എക്സും അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതല്ല. നമ്മളുടെ ആൻസറിലേക്ക് നോക്കുക, കോട്ട് എക്സും കോട്ട് 4x ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ചെറിയ രീതിയിൽ മാറ്റി എഴുതാം. ശ്രദ്ധിച്ച് നോക്കാം. sin 4x divided by
cos 4x into cos x divided by sin x. ഈ തന്നിരിക്കുന്ന ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഡിവിഷനാണ്, അതിനെ നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റി എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, cos x by sin x എന്താണ് റിസൾട്ട്? sin x by cos x എന്ന് പറയുന്നത് tan x ആണ്. അപ്പോൾ cos x by sin x എന്താണ്? cot x ആണ്. അപ്പോൾ ഈ ഒരു സാധനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് cot x ആണ് കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, sin 4x ഡിവൈഡ് ബൈ cos 4x ഒരേ ആംഗിളാണ്. sin ബൈ cos എന്താണ്? tan ആണ്. അപ്പോൾ tan 4x എന്നാണ് കിട്ടുക. പക്ഷേ ഇതുമല്ല നമുക്ക് കിട്ടേണ്ട ആൻസർ. കിട്ടേണ്ട ആൻസറിൽ നോക്കി, കോട്ടെക്സ് മുകളിലും താഴെ കോട്ട് 4x ആണ്. നമുക്ക് മുകളിൽ കോട്ടെക്സ് കിട്ടി, പക്ഷെ താഴെ ഒന്നുമില്ല. പക്ഷെ താഴത്ത് നമുക്ക് വരുത്താൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ കോട്ടെക്സ് ഞാൻ ആദ്യം എഴുതാണ്, കോട്ടെക്സ്. ഇനി tan 4x പറഞ്ഞാൽ ആരാണ്? tan 4x. ഈ tan 4x പറഞ്ഞാൽ ശരിക്കും 1 ഡിവൈഡഡ് ബൈ cot 4x ആണ്. cot 4xൻ്റെ റെസിപ്രോക്കൽ എടുത്താലാണ് tan 4x കിട്ടുക. അപ്പോൾ ഇവിടെ ഈ tan 4x ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം? 1 ബൈ cot 4x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ tan 4x ഇരിക്കുന്ന സ്ഥാനത്ത് ഞാൻ 1 ഡിവൈഡഡ് ബൈ cot x എന്ന് എഴുതാണ്. അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ cot 4x. ഇനി ഇത് നിങ്ങൾ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. cot x ബൈ 1ഉം ഇൻറ്റു 1 ബൈ cot 4x എന്ന് പറഞ്ഞാൽ എന്താ? cot x ഇൻറ്റു 1 cot x ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു cot 4x എന്താണ്? cot 4x. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ട ആൻസർ. അതിനാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചത്. ഇതാണ് നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ചോദ്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേ ഫോർമുലാസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ബാക്കി ചോദ്യങ്ങൾ കാണാം.